ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആദ്യ കേസ് എടുക്കുകയുണ്ടായി. കോട്ടയം പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, കേസിന്റെ വിശദാംശങ്ങൾ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ കേസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോട്ടയത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത് ഒരു കൊല്ലം സ്വദേശിയായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ്. അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് കൊരട്ടി സ്വദേശിയായിട്ടുള്ള സജീവനെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൊൻകുന്നം പോലീസ് ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിർദ്ദേശപ്രകാരം കൂടിയായിരുന്നു കേസെടുത്തത് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഈ പരാതിക്കാരി നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയിരുന്നു. പിന്നാലെ പോലീസിലും പരാതി നൽകുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇത് 2014 ഈ ഒരു കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊൻകുന്നം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു ഈ സംഭവം നടന്നത്. അതുകൊണ്ടാണ് പൊൻകുന്നം പോലീസ് കേസെടുത്തിരിക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി കൈമാറിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതിയടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്ത് നടപടി റിപ്പോർട്ടുകൾ സ്വീകരിച്ചു എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു മറുപടി സംസ്ഥാന സർക്കാരിന് പോലീസിന് ഇത്തരത്തിൽ കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസെടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ശരി.